എല്ലാവർക്കും നമസ്കാരം. ട്രാൻസിസ്റ്ററുകളുടെ തരങ്ങളും ടെർമിനലുകളും തിരിച്ചറിഞ്ഞ് അവയുടെ പ്രവർത്തനം എങ്ങനെ പരിശോധിക്കാമെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. വരൂ, ഈ വീഡിയോയിലൂടെ നമുക്ക് അത് ചർച്ച ചെയ്യാം. സെഷന്റെ ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനത്തിൽ താഴെ പറയുന്ന വിവരങ്ങൾ ഒരു ഡാറ്റാ ബുക്ക് പരാമർശിച്ചുകൊണ്ട് ട്രാൻസിസ്റ്ററിന്റെ ടൈപ്പ് നമ്പർ തിരിച്ചറിയാൻ സാധിക്കും. എ. സിലിക്കോൺ അഥവാ ജെർമേനിയം. ബി. PNP അഥവാ NPN. സി. പാക്കേജ് തരം. ഡി. ബേസ്, എമിറ്റർ, കലക്ടർ പിന്നുകൾ. 2. ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് തന്നിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ അവസ്ഥ പരിശോധിക്കുക. നമുക്ക് വിശദമായി ഒരു ട്രാൻസിസ്റ്ററിനെ പറ്റി ചർച്ച ചെയ്യാം. ട്രാൻസിസ്റ്റർ എന്നാൽ ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. അതിനെ ആധുനിക യുഗത്തിന്റെ ഹൃദയവുമായി താരതമ്യം ചെയ്യാം. ഇത് ഇൻപുട്ടിൽ വരുന്ന ചെറിയ ഇലക്ട്രിക് സിഗ്നലുകൾ കറണ്ട് രൂപത്തിലോ വോൾട്ടേജായോ വരുന്നവ സ്വീകരിക്കുകയും എന്നിട്ട് ആംപ്ലിഫൈ അഥവാ വ്യാപ്തി വർദ്ധിപ്പിക്കൽ ചെയ്യുകയും ധാരാളം സിഗ്നലുകൾ നൽകുകയും ചെയ്യുന്നു. ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും, അതായത് റേഡിയോകൾ, ടിവികൾ, ടേപ്പ് റെക്കോർഡറുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയിൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ട്രാൻസിസ്റ്ററുകളുടെ ചില നേട്ടങ്ങൾ: വലുപ്പത്തിൽ ചെറുത്, ഭാരം കുറഞ്ഞവയാണ്, ചൂടാവുമ്പോഴുള്ള വൈദ്യുതി നഷ്ടം കുറവാണ്, കുറഞ്ഞ പ്രവർത്തന വോൾട്ടേജ്, നിർമ്മാണത്തിൽ പരുക്കൻ, ദീർഘായുസ്സും വിലക്കുറവും. 2 ഡയോഡുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഘടകമാണ് ട്രാൻസിസ്റ്ററുകൾ. 2 ഡയോഡുകളുടെ ഒരു സെറ്റാണ് ട്രാൻസിസ്റ്റർ. അതിൻ്റെ കാത്തോഡും ആനോഡും ഒരുമിച്ച് കെട്ടിയിട്ട നിലയിലായിരിക്കും. ഇതിന് 3 ടെർമിനലുകളുണ്ട്. അത് വൈദ്യുത പ്രവാഹം വഹിക്കുകയും ബാഹ്യ സർക്യൂട്ടുകളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഡയോഡുകളിലേതുപോലെ മുകളിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട അർദ്ധചാലകങ്ങളിൽ ഏതെങ്കിലും ഒന്നുപയോഗിച്ച് ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കാം. എന്നാൽ ഭൂരിപക്ഷം ട്രാൻസിസ്റ്ററുകളും നിർമ്മിക്കുന്നത് സിലിക്കോൺ ഉപയോഗിച്ചാണ്. ഇതിനു കാരണം സിലിക്കോൺ ട്രാൻസിസ്റ്ററുകൾ താരതമ്യേന വിശാലമായ താപനില പരിധിക്ക് മുകളിൽ, അതായത് ഉയർന്ന താപസ്ഥിരതയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. അടിസ്ഥാനപരമായി ട്രാൻസിസ്റ്ററുകളെ 2ആയി തരംതിരിക്കാം. 1 NPN ട്രാൻസിസ്റ്റർ, 2 PNP ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ NPN, PNP ട്രാൻസിസ്റ്ററുകൾ രണ്ടും ഒരുപോലെ ഉപകാരപ്രദമാണ്. എന്നാൽ NPN ട്രാൻസിസ്റ്ററിന് താരതമ്യേന PNPയേക്കാൾ കൂടുതൽ സ്വിച്ചിംഗ് വേഗത ഉണ്ടാകുന്ന കാരണത്താൽ NPN ട്രാൻസിസ്റ്ററുകൾ ആണ് കൂടുതലും പരിഗണിക്കുന്നത്. ടാസ്ക് 1. ട്രാൻസിസ്റ്റർ ടൈപ്പ്, ലീഡ്സ് എന്നിവ ഒരു ഡാറ്റാ മാനുവൽ പരിശോധിച്ച് തിരിച്ചറിയുക. പ്ലാസ്റ്റിക് കേസിംഗിൽ ട്രാൻസിസ്റ്ററിന്റെ ഒരു വശം പരന്നതാണ്. അത് മുൻവശമാണ്. പിന്നുകൾ സീരിയലായി ക്രമീകരിച്ചിരിക്കുന്നു. പിന്നുകൾ തിരിച്ചറിയാൻ ഫ്രണ്ട് ഫ്ലാറ്റ് സൈഡ് നിങ്ങൾക്ക് അഭിമുഖമായി വയ്ക്കുക. പിന്നുകൾ 1, 2, 3 എന്നിങ്ങനെ എണ്ണുക. ലോഹ തൊപ്പികളിലാണ് പിന്നുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തൊപ്പിയിലെ ഒരു ടാബ് എടുത്തു നോക്കുക. NPN വിഭാഗങ്ങളിൽ അടുത്തുകിടക്കുന്ന ടാബിലെ പിന്ന് എമിറ്ററും എതിർഭാഗത്തുള്ള കലക്ടറും മധ്യഭാഗത്ത് ഉള്ളത് ബേസും ആയിരിക്കും. PNPയിലാണെങ്കിൽ എല്ലാ പിന്നുകളും നേരെ മറിച്ചും ആയിരിക്കും. ഉറപ്പിച്ചു തന്നിട്ടുള്ള ചീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ ലേബലിൻ്റെ നമ്പറും ഏത് തരം ട്രാൻസിസ്റ്റർ ആണെന്നതിൻ്റെ നമ്പറും ഒരു പട്ടികയിലാക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ ഡാറ്റാ മാനുവൽ അവലംബിച്ച് ട്രാൻസിസ്റ്ററിൻ്റെ താഴെ പറയുന്ന വിശദീകരണങ്ങൾ ഒരു പട്ടിക രൂപത്തിൽ കണ്ടുപിടിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. സിലിക്കൺ ആണോ ജെർമേനിയം ആണോ എന്ന്, NPN ആണോ PNP ആണോ എന്ന്, ഏത് തരം പാക്കേജിംഗ് ആണ്
അല്ലെങ്കിൽ പുറത്തെ കൂട് എന്ന രൂപരേഖ, ഉദാഹരണം T05, T07 തുടങ്ങിയവ. ഏത് തരം പാക്കേജിംഗ് ആണ് എന്ന് രേഖപ്പെടുത്തിയതിൽ നിന്നും ട്രാൻസിസ്റ്റർ ഡാറ്റ മാനുവൽ അവലംബിച്ച് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ, കലക്ടർ എന്നിവ ചൂണ്ടിക്കാണിച്ച് ഒരു പിൻ ഡയഗ്രം വരയ്ക്കുക. തന്നിട്ടുള്ള കളർ സ്കീം അനുസരിച്ച് തിരിച്ചറിഞ്ഞ ട്രാൻസിസ്റ്ററുകളുടെ പിന്നുകളിൽ ആവശ്യമനുസരിച്ച് നീളമുള്ള സ്ലീവുകൾ ഇടുക. ബേസ് നീല നിറമുള്ള സ്ലീവ്, എമിറ്റർ ചുവന്ന നിറമുള്ള സ്ലീവ്, കലക്ടർ മഞ്ഞ നിറമുള്ള സ്ലീവ്, ഷീൽഡ് ബ്ലാക്ക് നിറമുള്ള സ്ലീവ്. പവർ ട്രാൻസിസ്റ്ററിൽ ലോഹ ബോഡി തന്നെയാണ് അതിൻ്റെ കലക്ടർ. അത്തരം കേസുകളിൽ പെൻസിൽ ഉപയോഗിച്ച് C എന്ന് ലോഹ തട്ടികയിൽ അടയാളപ്പെടുത്തുക. എല്ലാവിധ ട്രാൻസിസ്റ്ററുകൾക്കും ഒരു കവചമുണ്ടായിരിക്കില്ല. ഒരു പിന്നിൻ്റെ ക്രമീകരണം ട്രാൻസിസ്റ്ററിൻ്റെ തരവും കോഡും ഉൽപാദകരും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പട്ടികയിൽ പിൻ നമ്പറിൻ്റെ അനുബന്ധ ക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ചുമതല 2. ട്രാൻസിസ്റ്റർ PNP അല്ലെങ്കിൽ NPN വിഭാഗം ആണോ എന്ന് പരിശോധിക്കുക. ഡാറ്റാ ബുക്കിൽ പരാമർശിച്ച് ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ അനുസരിച്ച് ട്രാൻസിസ്റ്റർ PNP ആണോ NPN ആണോ എന്ന് പരിശോധിക്കാം. ഡാറ്റാ ബുക്കിൻ്റെ അഭാവത്തിൽ ഈ പരീക്ഷണം വളരെ ഉപകാരപ്രദമായിരിക്കും. ഓം മീറ്റർ ലെഡുകളുടെ പോസിറ്റീവ്, നെഗറ്റീവ് പൊളാരിറ്റികൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിൽ സജ്ജമാക്കുക. ഓം മീറ്റർ ടെസ്റ്റ് പ്രോഡിൻ്റെ നെഗറ്റീവ് ലെഡ് ബേസിലേക്കും ഓം മീറ്ററിൻ്റെ പോസിറ്റീവ് ലെഡ് എമിറ്ററിലേക്കും ബന്ധിപ്പിക്കുക. പ്രതിരോധ മൂല്യം വായിക്കുക. കുറഞ്ഞ റീഡിംഗ് ട്രാൻസിസ്റ്റർ PNP ആണെന്നും ഉയർന്ന റീഡിംഗ് ട്രാൻസിസ്റ്റർ NPN ആണെന്നും കാണിക്കുന്നു. ട്രാൻസിസ്റ്ററിൻ്റെ അവസ്ഥ നല്ലതാണെങ്കിൽ. ചുമതല 3. ട്രാൻസിസ്റ്റർ അതിൻ്റെ പ്രവർത്തന അവസ്ഥയ്ക്കായി പരിശോധിക്കുക. ഡാറ്റാ ഷീറ്റിൽ നിന്ന് NPN ട്രാൻസിസ്റ്റർ അഥവാ BC547, എമിറ്റർ, ബേസ്, കലക്ടർ എന്നിവയുടെ ടെർമിനലുകൾ തിരിച്ചറിയുക. സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് മൾട്ടിമീറ്റർ ഡയോഡ് ടെസ്റ്റ് സ്ഥാനത്ത് സജ്ജമാക്കുക. മൾട്ടിമീറ്ററിൻ്റെ ചുവപ്പും കറുപ്പും പ്രോബ് യഥാക്രമം ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലും എമിറ്റർ ടെർമിനലിലും സ്ഥാപിക്കുക. അതായത് റീഡിംഗ് കുറിച്ചു വയ്ക്കുക, പട്ടികയുമായി ഒത്തുനോക്കുക. മൾട്ടിമീറ്റർ യഥാക്രമം ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലും ബേസ് ടെർമിനലുകളിലും ചുവപ്പ് കറുപ്പ് പ്രോബുകൾ തിരിക്കുന്നു. അതായത് റീഡിംഗ് ശ്രദ്ധിക്കുകയും പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്യുക. അളന്ന റീഡിംഗ് ടാബുലേഷനുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഡിഫക്റ്റീവ് ആണ്. PNP ട്രാൻസിസ്റ്റർ പരിശോധിക്കുന്നു. ഡാറ്റാ ഷീറ്റിൽ നിന്ന് PNP ട്രാൻസിസ്റ്റർ അഥവാ BC557, എമിറ്റർ, ബേസ്, കലക്ടർ എന്നിവയുടെ ടെർമിനലുകൾ തിരിച്ചറിയുക. മൾട്ടിമീറ്റർ ഡയോഡ് ടെസ്റ്റ് സ്ഥാനത്ത് സജ്ജമാക്കുക. ടാബുലേഷനിൽ കാണിച്ചിരിക്കുന്നതുപോലെ PNP ട്രാൻസിസ്റ്ററിൻ്റെ ടെർമിനലുകൾക്കിടയിൽ മൾട്ടിമീറ്റർ പ്രോബുകൾ സ്ഥാപിക്കുക. വായന പരിശോധിക്കുക. റീഡിംഗുകൾ പട്ടികയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഡിഫക്റ്റീവ് ആണ്. ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാ PN ജംഗ്ഷനിലും ടാബുലേഷനിൽ നൽകിയിരിക്കുന്ന അവസ്ഥ താരതമ്യം ചെയ്ത് ട്രാൻസിസ്റ്റർ നല്ലതാണോ എന്ന് പരിശോധിക്കുക. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. ട്രാൻസിസ്റ്ററുകളുടെ തരങ്ങളും ടെർമിനലുകളും തിരിച്ചറിഞ്ഞ് അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പരിശോധിക്കാമെന്ന് ഇതിനകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുമായി ഇത് പരിശീലിക്കുക. ആനന്ദകരമായ ഒരു പഠനം ആശംസിക്കുന്നു.